ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്നിപ്പോൾ എൻ്റെ വേഷവിധാനവും ഓർണമെൻറ്റ്സൊക്കെ കണ്ടിട്ട് ഇതെന്താ ഞാൻ അർമേനിയയിൽ തന്നെയാണോ, ഇന്ത്യയിലെത്തിയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? സത്യത്തിൽ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കംഫർട്ട് സോണിലോട്ട് ഒന്ന് തിരിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കൾച്ചർ അതൊക്കെ ഒന്ന് ഓർമ്മ വരത്തുള്ളൂ. അതിനർത്ഥം ഒരു ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പിട്ട് നടക്കുന്നത് നമ്മുടെ കൾച്ചർ അല്ല എന്നല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെയും നമ്മുടെ ഓരോരുത്തരുടെയും കോൺഫിഡൻസിനെയും നമ്മുടെ ഓരോരുത്തരുടെയും ബ്യൂട്ടിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് സാരിയാണ്. സാരിയൊക്കെ ഉടുത്ത് അതിന് മാച്ചായിട്ടുള്ള കമ്മൽ, മാല, അങ്ങനെ എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആയപ്പോൾ എന്തോ എവിടെയോ മനസ്സിനൊരു സുഖം. ഇത് റിങ്കോയിൽ നമുക്ക് ഡോണറ്റ് കിട്ടും. മേ ബി ഞാൻ നാട്ടിൽ വെച്ച് കഴിക്കാത്തൊരു സാധനം, പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫാനായി കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ആ ഷോപ്പിൽ കയറിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ 2 കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത്. അർമേനിയയിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ആക്ച്വലി നിയർ ടു ഹെയ്ബുസാക്ക് യൂണിവേഴ്സിറ്റി. മേ ബി ചിലരെങ്കിലും ഈ യൂണിവേഴ്സിറ്റീൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒത്തിരി മലയാളി സ്റ്റുഡൻസ് MBBS പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹെയ്ബുസാക്ക്. കുറച്ചധികം ഫേമസുമാണ്. അതുകൊണ്ട് തന്നെ അതിന് നിയറസ്റ്റ് ആയിട്ട് കുറച്ചധികം ഇന്ത്യൻസ് താമസിക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങൊക്കെ കൂടുതലും ഇന്ത്യൻസ് ആട്ടോ. ഇവിടെ ഇന്ത്യൻ ഷോപ്പുകളും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും, റെസ്റ്റോറൻറ്റ് മീൻസ് ഒത്തിരി ബിഗൊന്നുമല്ല, സ്മോൾ നമ്മുടെ ചായക്കട പോലെ അങ്ങനെ ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഫുഡ് മെസ്സ്, ഒത്തിരി ഡിപ്പെൻസ് ഓൺ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള കുറേ സാധനങ്ങൾ. സോ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഡോണറ്റൊക്കെ ആ ഫ്രണ്ട്സിന് കൈമാറി. പിന്നെ പുതിയ 2 ആൾക്കാരുമായിട്ട് അടുത്തൊരു യാത്ര. പുതിയ 2 ആൾക്കാരല്ല, അതിലൊരാൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ്. ആളുടെ പേര് അന്ന എന്നാണ്, അർമേനിയനാണ്. ഞാൻ എങ്ങനെയാണ് അന്നയെ കണക്റ്റ് ആയതെന്ന് പിന്നീട് ഒരിക്കൽ പറയാട്ടോ. അന്ന ആക്ച്വലി നമ്മുടെ ടൂറിസത്തിൻ്റെ എന്തോ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുക കേട്ടോ. എനിക്ക് കൃത്യമായിട്ടത് പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ അത് 5 ഇയർ കോഴ്സാണ്. ആളിപ്പോൾ 2nd ഇയറാണ്. ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അലിസ്കയെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. സോ അവർ രണ്ടുപേരും കൂടെ എനിക്ക് യെറവാനിലുള്ള കുറച്ച് മേജർ പ്ലേസസ് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. സത്യത്തിൽ പരിചയപ്പെടുത്തുക എന്നതിനേക്കാളും അവരുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഒരു ടൂറിസ്റ്റിന് എങ്ങനെ ഒരു പ്ലേസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് എന്നിൽ വെച്ച് അവർ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബട്ട് ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്ലേസ് കാണാമല്ലോ, അതൊരു പോസിറ്റീവ് ആണല്ലോ. ഈ കാണുന്നതാണ് കാസ്കാഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ. സത്യത്തിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ വീഡിയോസൊന്നും എടുക്കാൻ അറിയില്ലെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ. ആ ഒരു കുറവ് ഇതിനുണ്ട്. പക്ഷേ ഞാൻ വളരെ അധികം ആസ്വദിച്ച് കണ്ട ഒരു പ്ലേസാണ്. ഒരു പക്ഷേ രാത്രിയിലാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഇതിനേക്കാളും ബ്യൂട്ടി ആട്ടോ. ഈ സ്റ്റെപ്സില്ലേ, 572 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ തന്നെ ഒരു വിഷ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആഗ്രഹം നടക്കുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസം. പക്ഷേ ഞാൻ അന്നയോട് ചോദിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ച് കയറിയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന്. ആളുടെ ആൻസർ നോ എന്നായിരുന്നു. പക്ഷെ അത് ഞാൻ ചോദിച്ചത് എൻ്റെ ആഗ്രഹമൊക്കെ പ്രാർത്ഥിച്ച് വളരെ ആത്മാർത്ഥതയോടെ മുകളിലെത്തിയതിന് ശേഷമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ടിരുന്നോട്ടെ. മേ ബി നടക്കുമായിരിക്കാം, നടക്കില്ലായിരിക്കും. എങ്കിൽ തന്നെ ചില പഴമൊഴികൾ പോലെ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, രാത്രി സമയങ്ങളിൽ നല്ല ലൈറ്റായിരിക്കും. മാത്രമല്ല ഈ എന്താ പറയുക, റെയിൻഫോൾസ് അങ്ങനെ എന്തോ സംതിങ്, ഈ വാട്ടർഫോൾസ് ഇല്ലേ, അതിൻ്റെ കുറേ ഡെക്കറേഷൻസും ഡിഫറെൻറ്റ് ഈ വാട്ടർ ഡാൻസ് പോലത്തെ പ്രോഗ്രാംസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇൻ സമ്മർ ദിസ് പ്ലേസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ സമ്മറിൽ ഒന്നുകൂടെ എനിക്ക് ഇങ്ങോട്ട് വരണം. മാത്രമല്ല എനിക്ക് ഈ പ്ലേസിൽ വന്നപ്പോൾ ഒരു പീസ്ഫുൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ചധികം നേരം നല്ല കാമായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്ത് പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയുടെ നല്ല ഓക്സിജനൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ബട്ട് അടുത്ത നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകാനുള്ള തിടുക്കമായി അവർക്ക്.
ഇതാട്ടോ അന്ന, ഹൗ ഇസ് ഷീ? ആൾ നൈസാട്ടോ, 18 വയസ്സേ ഉള്ളൂ. ബട്ട് ഇവിടെ അർമേനിയൻസ്, മേ ബി അർമേനിയൻസ് അല്ല, യൂറോപ്യൻസ് മൊത്തത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഏജിനേക്കാളും അവർ മെച്യൂർഡാണ്. ആൾക്ക് 18 വയസ്സേ ഉള്ളെങ്കിൽ, പക്ഷേ എനിക്ക് ആളടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു ഏജ് ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല. ഒരുപക്ഷെ എനിക്ക് മെച്യൂരിറ്റി ഇല്ലാത്തതാണോ എന്നറിയത്തില്ല. ബട്ട് വളരെ വേഗത്തിൽ തന്നെ ആളുമായിട്ട് കണക്റ്റായി. ഐ തിങ്ക് ഞങ്ങൾ കണ്ടു 1 വീക്കിന് ശേഷം ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വന്നു. സാധാരണ ഞാനൊരു ആളടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുന്നത് മാക്സിമം 2-3 മന്ത്സെങ്കിലും കഴിയും. അപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഞാനൊന്ന് ഓപ്പൺ ആവുന്നത്, ഫ്രീ ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ, അന്യമായിട്ട് ഞാൻ ഈസിലി അറ്റാച്ച്മെൻറ്റ് വന്നു. സെയിം ലൈക്ക് ആൾക്ക് ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ വന്നു. ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, കെയറിങ് അല്ലെങ്കിൽ ഒരു സ്നേഹം എൻ്റെ അടുത്തുണ്ട്. ഞാനത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. കാരണം എനിക്കൊരു അനിയത്തി എന്നുള്ളൊരു ഫീല് തന്നെയാണ് ആ കുട്ടിയുടെ അടുത്ത് തോന്നുന്നത്. ഇത് കാസ്കാഡിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയമാണ്. സത്യത്തിൽ ഞങ്ങൾ തിരിച്ച് ആ സ്റ്റെപ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് എസ്കലേറ്റർ ഉണ്ട്. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഇതൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഓരോ സ്റ്റോറീസും ഉണ്ട്. ഈ ചെയറിനും ഈ സ്റ്റൂളിനും അവിടെ കാണുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ അവരെനിക്ക് ഷെയർ ചെയ്തു തന്നു, കുറച്ചധികം അവർ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. ബിക്കോസ് ദേ ഡോണ്ട് നോ. അവരും ജസ്റ്റ് എന്താ പറയുക, എന്നെപ്പോലെ തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു തമാശകൾ പറയുന്നുണ്ടായിരുന്നു. ബട്ട് എല്ലാ സാധനങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാട്ടോ. മേ ബി അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ കളർ ഒക്കെ തന്നെ നമുക്കൊരു പുതുമ കിട്ടുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ. ഈ പഴം കണ്ടിട്ട് നമ്മുടെ പെറില്ലേ അതുപോലെ ഉണ്ട്. ആക്ച്വലി അത് തന്നെയാണ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ അതിനും എന്താ പറയുക, അർമേനിയൻസിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ അവഗാഡോ എന്നാണ് പറഞ്ഞത്. ബട്ട് അവഗാഡോ അല്ല, പെർ എന്നാണ് അവർ പറഞ്ഞത്. പിക്ചർ കണ്ടോ, ഇതാണ് കാസ്കാഡിൻ്റെ ഫസ്റ്റ് രൂപം. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറാണ് ഇതിൻ്റെ എന്താ പറയുക സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒപ്പേറ എന്ന് പറയുന്ന ഒരു പ്ലേസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പേറേൻ്റെ ആർക്കിടെക്ചറും ഇദ്ദേഹം തന്നെയാണ്. ആളൊരു ബ്രില്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നതല്ല, ആണ്. ബിക്കോസ് ഒരു മനുഷ്യനെ എങ്ങനെ റിലാക്സ് ആക്കാം, എന്ത് കണ്ടാൽ ആൾ എന്താ പറയുക ഒരു മൈൻഡ് കാംലി എൻജോയ് ചെയ്യും എന്നുള്ളത് ആൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. ആ ഒരു രീതിയിലാണ് ഈ കാസ്കാഡും ഒപ്പേറയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാറ് കണ്ടോ, എന്ത് രസമാണെന്നറിയോ? സത്യത്തിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഈ വഴിയോരങ്ങളും ഷോപ്പുകളൊക്കെ അലങ്കരിക്കേണ്ടതുണ്ട്. ബിക്കോസ് പലപ്പോഴും നമ്മൾ നടന്നു പോകുന്നത് പല സ്ട്രെസ്സിലൂടെ ആയിരിക്കാം, പല ചിന്തകളിലൂടെ ആയിരിക്കാം. ജോബൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ തന്നെ നശിച്ചല്ലോ എന്നൊക്കെ മനസ്സിൽ പ്രാഗിക്കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ പെട്ടെന്ന് പോകുന്ന വഴിക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സൊന്ന് മാറി ചിന്തിക്കില്ലേ? ഒരു റിലാക്സ്ഡ് ഫീൽ വരത്തില്ലേ? കാംനെസ്, അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആവുമല്ലോ. സോ ഐ തിങ്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായത്. അത്ര എക്സ്പെൻസീവ് അല്ലാത്ത, എന്നാൽ മനസ്സിനെ റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങൾ. ഒരു പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 2-3 സൂയിസൈഡെങ്കിലും ഇതുകൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിച്ച് നടന്നു പോകുമ്പോൾ പ്രകൃതിയിലെ ചില മനോഹാരിത കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഐ ഡോണ്ട് നോ എല്ലാവരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഇനി ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരും ഉണ്ടോ? ഐ ഡോണ്ട് നോ, ദാറ്റ്സ് ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. സോ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് പാർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു പാർക്കിലോട്ടാണ്. ഇതാണ് പാർക്ക്, കാണുന്നില്ലേ നിങ്ങൾ? ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. കുഞ്ഞു കുഞ്ഞു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്. സോ ക്ലൈമറ്റ് മാറുന്നതിൻ്റെ ഒരു എന്താ പറയുക സിമ്പിളാണത്. ഇവിടെ ഇന്ന് എന്തോ എക്സ്പോ പോലെ എന്തോ നടക്കുവാണ്. ഓരോ ആൾക്കാർ വരഞ്ഞിട്ടുള്ള പിക്ചേഴ്സാട്ടോ, അവരുടെ കൈകൊണ്ട് വരഞ്ഞ് പെയിൻ്റ് അടിച്ചിട്ടുള്ള പിക്ചേഴ്സാണ്. വളരെ മനോഹരമാണ് എന്നതിനേക്കാൾ ഉപരി ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്ന് ആസ്വദിക്കാനുള്ള ഒരു ടൈം തന്നില്ലായിരുന്നു അവർക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് വലിയൊരു
മീൻസ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലില്ല. ജസ്റ്റ് അവരിങ്ങനെ പോവുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ പിക്ചറിലും ഓരോ ക്യൂരിയോസിറ്റി, വാട്ട് ഈസ് ദിസ് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. കുറേയൊക്കെ ഞാനിങ്ങനെ നോക്കി 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 പോയി. കുറച്ചൊക്കെ എൻജോയ് ചെയ്തു, കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ അവിടെ നിന്ന് എനിക്കൊരു സന്തോഷം തോന്നിയത്, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു. ഇന്ത്യ ഈസ് നൈസ് പ്ലേസ്, സോ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. വളരെ റെയറായിട്ടാണ് കുറച്ച് ഏജായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് കൂടുതലും ഏജായിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് അവർ എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ, ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നതിനേക്കാളും നമ്മുടെ ഒരു രൂപം ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യൻസ് ആണെന്ന് പെട്ടെന്ന് അവർക്ക് പിടികിട്ടുമല്ലോ. സോ അവരെൻ്റെ അടുത്ത് അത് ഇന്ത്യൻ ആണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ അങ്ങോട്ട് സംസാരിച്ചതുപോലെയല്ല, ബട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് നല്ല ഫ്രീ ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ദേ ഈ മഞ്ഞക്കൂട് കണ്ടോ, ഒരുവിധം എല്ലാ മരങ്ങളിലും ഈ മഞ്ഞക്കൂടുണ്ട്. എന്താണെന്നല്ലേ, അത് കിളികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ്. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. ഈ പാർക്കിൽ കുറച്ചധികം ആ ഒരു കൂടുകൾ അവർ വച്ചിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടും ഒരു കരുതൽ, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു സ്പേസ് വേണം എന്നുള്ളൊരു തിരിച്ചറിവ്, അതെനിക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ബേർഡ്സിന് വെള്ളം കൊടുക്കാൻ വേണ്ടിക്ക് ചിരട്ടയിൽ വെള്ളം വയ്ക്കണം, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റൊക്കെ വന്നത്. അതിനു മുന്നേയൊക്കെ അവരെങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു? ഈ ഭയങ്കരമായിട്ട് ചൂടുണ്ടായിരുന്ന ക്ലൈമറ്റിൽ എന്തോരം ബേർഡ്സ് വെള്ളം കിട്ടാണ്ട് ഡ്രൈ ആയി വീണ് മരിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, പൂച്ചകൾ ഇങ്ങനെ വെറുതെ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്സ് ഇവർ സെപ്പറേറ്റ് പല സ്ഥലങ്ങളിലും വയ്ക്കാറുണ്ട്. സെയിം ലൈക്ക് ചില ഡോഗ്സിനെയും ഞാൻ കാണാറുണ്ട്. കൂടുതലും ഇവർ ഡോഗ്സിനെ അങ്ങനെ തെരുവിൽ വിടാറില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണ് ഡോഗ്സ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞിനെ താഴെ ആ സൈക്കിളിലും കുഞ്ഞിനെ എടുക്കേണ്ട കൈകളിൽ ഡോഗ്സിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും. ബട്ട് ദാറ്റ്സ് ഓക്കെ, അത് അവരുടെ ആ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈലായിരിക്കാം. ഇപ്പോൾ കണ്ടതാണ് ഒപ്പേറ കേട്ടോ. ഈ ഒപ്പേറയുടെ ആർക്കിടെക്ചറും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അലക്സാണ്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള റൗണ്ടായിട്ടുള്ള ഒരിതാണ്. ഇത് 2 സെക്ഷനാണ്. ഒരു സെക്ഷനിൽ ഒപ്പേറ മ്യൂസിക്കും ഒരു സെക്ഷനിൽ തിയേറ്ററുമാണ്. സത്യത്തിൽ ഇവരെൻ്റെ അടുത്ത് തിയേറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, ഫിലിംസ് റിലീസ് ചെയ്യുന്ന തിയേറ്റർ അല്ലേ? ഏതൊക്കെ ഫിലിംസ് റിലീസ് ചെയ്യും? മലയാളം ആൾസോ എന്നൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചായിരുന്നു. ബട്ട് അത് തിയേറ്റർ മീൻസ് എന്താ പറയുക, നമ്മുടെ നാടകങ്ങളിലെ അത് അവതരിപ്പിക്കുന്ന തിയേറ്ററാണ്, അല്ലാതെ ഫിലിംസിൻ്റെ തിയേറ്റർ അല്ല കേട്ടോ. അതെനിക്ക് വലിയ ഒരു പുതിയ അറിവായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നാടകം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ ഫിലിംസിനെക്കാളും ലൈവായിട്ടുള്ള ആ ഒരു സ്കിറ്റിനെ എൻജോയ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ കാണുന്നത് സ്വാൻ ലേക്ക് എന്നാണ് ഇവർ പറഞ്ഞത്. ലൈക്ക് അരയന്യങ്ങളുടെ ഷേപ്പുള്ള ഒരു തടാകം എന്നുള്ള രീതിയിൽ. ബട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ലായിരുന്നു. മേ ബി സമ്മറൊക്കെ ആകുമ്പോൾ അവിടെ വെള്ളമൊക്കെ നിറച്ച് ആ ഒരു ഷേപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഒരു വലിയ നടത്തമായിരുന്നു. ഈ നടത്തം എങ്ങോട്ടേക്കാണെന്നല്ലേ, ആക്ച്വലി ഇത് നമ്മുടെ റിപ്പബ്ലിക് സ്ക്വയറിലോട്ടാണ്. ആദ്യം റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോ എന്നായിരുന്നു പറഞ്ഞത്. ബിക്കോസ് ഞാൻ തിഗ്രാൻസ് മെറ്റ്സ് എന്ന് പറഞ്ഞ പ്ലേസിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒത്തിരി സമയം പോയിട്ടുള്ള, എന്നും നടന്നു പോയിട്ടുള്ള വഴിയായതുകൊണ്ട് നോ പറഞ്ഞു. ബട്ട് അവർ പറഞ്ഞു ഓക്കെ, കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞു തരാം, അതിൻ്റെ ഉള്ളിലൂടെ നടക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ദെൻ ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ അത് ആ ഒരു ഡിസിഷൻ വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയോ, ഈ തിഗ്രാൻസ് മെറ്റ്സിൽ താമസിച്ചിരുന്ന ടൈമിൽ എനിക്ക് റെസിഡൻസി കാർഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴി നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് എപ്പോഴും ഇവിടെ ഒരുപാട് പോലീസും ആർമിക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ, ആക്ച്വലി ആ ടൈമിൽ എൻ്റെ കയ്യിൽ ബിസിനസ് വിസ ഉണ്ടായിരുന്നു, വാലിഡ് ആയിരുന്നു. ബട്ട് ഞാൻ വർക്കിംഗ് ആണല്ലോ, സോ എനിക്ക് റെസിഡൻസി കാർഡ് കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷൻ.
പിടിച്ചാലും ചോദിച്ചാലും ഒന്നും പറയില്ല, വേറെ ഇഷ്യൂസ് ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും എവിടെയോ എന്തോ ഒരു പേടി അതുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ആ സ്ട്രക്ചറിൻ്റെ മനോഹാരിത കണ്ടായിരുന്നു. ഇവിടെ നന്നായിട്ട് ആസ്വദിച്ചായിരുന്നു. ഇതിൻ്റെ ഓരോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഓരോ കെട്ടിടങ്ങളുടെ സ്പെഷ്യാലിറ്റീസും ഒക്കെ അവർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഈ ബിൽഡിങ്ങൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ കല്ലുകളൊന്നും അല്ല, ഡിഫറെൻ്റ് ആണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഒരു ഷോപ്പിൽ വന്നു ഒരു ഷവർമ കഴിക്കാൻ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.